യം ശൈവാസമുപാസതേ ശിവ ഇതി ബ്രഹ്മേതി വേദാന്തിനോ ബൗദ്ധാ ബുദ്ധ ഇതി പ്രമാണപടവഃ കർത്തേതി നൈയായികാ അർഹന്നിത്യഥ ജൈനശാസനരതാഃ കർമ്മേതി മീമാംസകാഃ സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരി. സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരി. മദീയഹൃദയാകാശേ സദാനന്ദമയോ ഗുരുഃ ഉദേതു സതതം സമ്യക് സ്വാത്മാനന്ദ പ്രബോധകഃ. ഹരി 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 ഓം തത്സത്. ജയ ഗുരു ജയ ഗുരു ജയ ഗുരു. നമുക്ക് പതിവ് പോലെ ഒരു 3 തവണ ഓങ്കാരം ജപിക്കാം. എല്ലാവരും കൈ കോർത്ത് മടിയിൽ വയ്ക്കൂ, കഷ്ടപ്പെടാതെ നിവർന്നിരിക്കൂ, കണ്ണടയ്ക്കൂ, വായും മനസ്സും തുറന്ന് എൻ്റെ കൂടെ ജപിക്കുക. പറയേണ്ടി വരരുത് നിങ്ങൾ ജപിച്ചത് ശരിയായില്ല എന്ന്. എത്ര പേരുണ്ടോ അവിടെ അവരെല്ലാവരും ജപിക്കണം. ഇതാ നമ്മുടെ ഈ കൂട്ടധ്വനി ജപധ്വനി ഭൂതലം മുഴുവനും വ്യാപിച്ച് അതിൻ്റെ അനുഗ്രഹ വർഷങ്ങൾ എല്ലാ ജീവജാലങ്ങളിലും ചൊരിയണം എന്നൊരു സങ്കല്പം ഓരോരുത്തരുടെ മനസ്സിലും ഉണ്ടാകട്ടെ. ഓ പോരാ. ഓ എന്നെ ശബ്ദമാണല്ലോ പൊന്തി കാണുന്നത്. നിങ്ങൾ കണ്ട ആൾക്കാരില്ലേ അസലായിട്ട് ജപിക്കൂപ്പാ. ഇതെവിടേക്കാണ് ഒതുക്കി വെച്ചിരിക്കുന്നത്? മരണാനന്തരം. ഓ ഹരി ഓം തത്സത്. ജയ ഗുരു ജയ ഗുരു. ശ്രീമദ് ഭാഗവതം നിഗമകൽപ്പ തരു. ആ തരുവിൻ്റെ ഫലം, തരുവില്ലാതെ ഫലം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ശ്രീമദ് ഭാഗവതം തന്നെ നിഗമകൽപ്പതരു വേദകൽപ്പതരു ആവണം. അതിൻ്റെ ഫലവും ധാരാളം ഉണ്ടാവണം. ആ ഫലമാണ് ശ്രീമദ് ഭാഗവതം എന്നുള്ള വിഷയമാണ് ഇവിടുത്തെ ചർച്ച. അതൊരുവിധം വേണ്ടതുപോലെ നടന്നിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ നിഗമം എന്ന് പറഞ്ഞാൽ വേദങ്ങളാണല്ലോ. ആ വേദങ്ങളിലെ സത്ത കണ്ടുപിടിച്ച് വേദചിന്തകന്മാർ തന്നെ കണ്ടെത്തി പ്രഖ്യാപിച്ചും വെളിപ്പെടുത്തിയിട്ടുമുള്ള ഭാഗങ്ങളാണ് ഈ ഉപനിഷത്ത്. അപ്പോൾ ആ ഉപനിഷത്തുകൾക്കുള്ള പ്രാധാന്യം എല്ലാവരും വേണ്ടതുപോലെ മനസ്സിലാക്കണം. വേദങ്ങളിൽ സംഹിത ബ്രാഹ്മണം എന്ന് പറയുന്ന 2 ഭാഗം പകുതി, അത് രണ്ടുകൊണ്ടും പ്രയോജനമില്ലെന്ന് കണ്ടപ്പോഴാണ് ആരണ്യകത്തിൽ പുറത്തേക്കുള്ള ദൃഷ്ടി അകത്തേക്കാക്കി അവർ ഒരിടത്തിരുന്ന് ചിന്തിക്കാനും വിചാരം ചെയ്യാനും ധ്യാനിക്കാനും തുടങ്ങിയത്. അങ്ങനെ വന്നപ്പോൾ നമ്മളെല്ലാം ഇവിടെ അനുഭവിച്ചറിയുന്ന വിഷയങ്ങളാണ്. നാം അനുഭവിക്കുന്നതാണ് നമുക്ക് പ്രമാണം. നമ്മുടെ അനുഭവത്തിൽ ഇല്ലാത്തൊരു സംഗതിയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനേ പറ്റില്ല. ഈ ലോകം എന്ന് പറയുന്നത് നമ്മുടെ അനുഭവമാണ്. നാം ലോകത്തെ അപഗ്രഥനം ചെയ്യുമ്പോൾ
നമ്മുടെ അനുഭവങ്ങളെയാണ് അപഗ്രഥനം ചെയ്യുന്നത്, അല്ലാണ്ട് ലോകത്തെയല്ല. അനുഭവം ശരീരത്തിൻ്റെ ഉള്ളിലാണ്. ദേഹതലത്തിന് അതീതമായിട്ടുള്ള മനോബുദ്ധി തലത്തിലൊക്കെ ഉള്ളതാണ് അനുഭവം. അപ്പോൾ ആ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് പിന്നെ ആരണ്യകത്തിലും ഉപനിഷത്തിലുമുള്ള കാര്യങ്ങൾ കണ്ടുപിടിച്ച് പറഞ്ഞത്. അപ്പോൾ അതുവരെ ഈ സംഹിതയും ബ്രാഹ്മണവും ഇത് രണ്ടിലും ഒന്നിൽ സ്തുതിച്ചു, പിന്നെ ഒന്നിൽ യാഗങ്ങളും കർമ്മങ്ങളും ചെയ്തു. അത് രണ്ടുകൊണ്ടും പ്രയോജനമില്ല എന്നുള്ളത് അവർ കണ്ടു. വേണ്ടത് ഉള്ളിലേക്ക് തിരിയലാണ്. അനുഭവം മുഴുവൻ ഉള്ളിലാണ്. അപ്പോൾ ഉള്ളിലാണ് സർവാനുഭവങ്ങളും എന്ന് പറഞ്ഞാൽ ആ അനുഭവങ്ങളെയാണ് നമുക്ക് പരിശോധിക്കേണ്ടത്. ഒരു ശാസ്ത്രജ്ഞൻ മൈക്രോസ്കോപ്പിലൂടെ കണ്ട കാര്യങ്ങളെ അപഗ്രഥനം ചെയ്യുന്ന സമയത്തും മൈക്രോസ്കോപ്പിൻ്റെ ഉള്ളിലേക്കൊന്നും കടന്നു ചെല്ലില്ല. ചർച്ച നടക്കുന്നത് മുഴുവൻ, അനാലിസിസ് നടക്കുന്നത് മുഴുവൻ അവനവൻ്റെ ഉള്ളിലാണ്. ഞാൻ കണ്ടതിനെ ഞാൻ തന്നെ അപഗ്രഥനം ചെയ്ത് കണ്ടുപിടിക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ പറയണത്? ഉവ്വ, എനിക്ക് സംശയം തോന്നുക. ഞാൻ നിങ്ങളെ കാണുമ്പോൾ നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് വരണില്ല, ഞാൻ അങ്ങോട്ടും വരണില്ല. ഞാൻ ഇവിടെ ഇരുന്ന് നിങ്ങളെ മുഴുവനും കാണുക. അപ്പം നിങ്ങൾ എന്ന് പറയുന്നത് എൻ്റെ അനുഭവമാണ്. ആ അനുഭവത്തിനെയാണ് ഞാൻ അപഗ്രഥനം ചെയ്യുന്നത്. ആ സത്യം അവർക്ക് ആരണ്യകത്തിൽ വന്നപ്പോഴേ മനസ്സിലായുള്ളൂ. അങ്ങനെയാണ് ഉപനിഷത്ത് മുഴുവൻ വെളിപ്പെട്ടത്. അപ്പോൾ അവർ പ്രഖ്യാപിച്ചു എന്ത്? പരീക്ഷ്യ ലോകാൻ കർമ്മചിതാൻ ബ്രാഹ്മണോ നിർവേദമായാന്നാസ്ത്യകൃതകൃതേന തദ്വിജ്ഞാനാർത്ഥം സ ഗുരുമേവാഭിഗച്ഛേത് സമിത്പാണി ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠം. അന്നേ വരെ താൻ ചെയ്തും കേട്ടുമൊക്കെ വന്നിട്ടുള്ള കാര്യങ്ങൾ മുഴുവനും പ്രയോജനപ്രദമല്ല. കാര്യകാരണ ശൃംഖലയുടെ ഉള്ളിൽ കിടന്ന് ഈ കാര്യകാരണത്തിൽ ഏശാത്ത ഒരു സത്യത്തെ കണ്ടെത്ത സാധ്യമല്ല എന്ന് പറഞ്ഞ് അതിനോട് എല്ലാറ്റിനോടും ഒരു വൈമനസ്യം വളർത്തി ഇനി സത്യം അറിയാൻ എന്താ വഴി, അതറിഞ്ഞവരെ കണ്ടെത്തി അവരുടെ സഹായം തേടുക എന്ന് പറഞ്ഞ് ഗുരുവിൻ്റെ അടുത്ത് പോകണം എന്നാണ് പറയുന്നത്. തസ്മൈ സവിദ്വാൻ ഉപസന്നായ സമ്യക് പ്രശാന്തചിത്തായ ശമാന്വിതായ ഏനാക്ഷരം പുരുഷം വേദസത്യം പ്രോവാചതാം തത്വതോ ബ്രഹ്മവിദ്യാം. അങ്ങനെ വിധിവത്തായി തന്നെ സമീപിച്ചിട്ടുള്ള ശിഷ്യനുണ്ടല്ലോ, ആ ശിഷ്യനെ നോക്കി ഗുരു ഉപദേശം ചെയ്യാൻ തുടങ്ങിയെന്ന്. ഇത് ബ്രഹ്മാവിൽ നിന്ന് വന്നതാണെന്ന് ഞാൻ തലേ ദിവസം പറയേണ്ടായി മുൻപിൽ. അപ്പോൾ അവിടെ പോയിട്ട് എന്താണ് നടക്കണത്? ധനുർഗൃഹീത്വ ഉപനിഷദം മഹാസ്ത്രം ശരം ഹ്യുപാസാനിശിതം സന്ധയീത. ഇതൊന്നും കൂടി. ധനുർഗൃഹീത്വ ഉപനിഷദം മഹാസ്ത്രം ശരം ഹ്യുപാസാനിശിതം സന്ധയീത ആയമ്യ തദ്ഭാവഗതേന ചേതസ ലക്ഷ്യം തദേവാക്ഷരം സൗമ്യവിദ്ധി. എത്ര വിശേഷപ്പെട്ട ശ്ലോകമാണെന്നറിയാമോ? ഒരൊറ്റെണ്ണം മതി നമ്മുടെ ജീവിതം മാറ്റാൻ. ധനുർഗൃഹീത്വ ഉപനിഷദം മഹാസ്ത്രം. ഉപനിഷത്ത് തരുന്ന ആ വില്ല് പിടിച്ച് അതിൽ അമ്പ് വെച്ച് ചെവിയോളം വലിച്ച് ലക്ഷ്യത്തിന് നോക്കി ടപ്പ് അങ്ങോട്ട് വിടണം. ആ അമ്പ് ലക്ഷ്യത്തിൽ ചെന്ന് തറച്ച് അതിൽ പതിഞ്ഞിരിക്കണം. ഇതാണ് നമുക്ക് ആവശ്യം. ഞാൻ ചോദിക്കട്ടെ, ഇതിലേതെങ്കിലും ഒന്ന് നമ്മുടെ സ്തുതികളിലോ അല്ല കർമ്മവിശേഷങ്ങളിലോ ഉണ്ടോ? ഇങ്ങനെ ഒന്ന് എന്താ മിണ്ടാതെ ഉണ്ടോ? പപ്പ 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 എന്ന് പറയലല്ലേ ഉള്ളൂ. ആ പറയുന്നത് എന്താണെന്നൊരു ആലോചനയോ മനസ്സിനെയും ബുദ്ധിയെയും ഉപയോഗിക്കില്ല അത്. അപ്പോൾ വേണ്ടത് എന്താ? ലക്ഷ്യം തദേവാക്ഷരം സൗമ്യവിദ്ധി. അക്ഷരമായിരിക്കുന്ന പൊരുൾ നമുക്ക് വേണം എന്ന് പറഞ്ഞ് അതിനെ നോക്കി വലിച്ചിങ്ങോട്ട് വിടണം. പ്രണവോ ധനുശരോ ഹ്യാത്മാ ബ്രഹ്മതൽ ലക്ഷ്യമുച്യതേ അപ്രമത്തേന വേദ്ധവ്യം ശരവത് തന്മയോ ഭവേത്.
പ്രണവോ ധനു ശരോ ഹ്യാത്മാ. ഞാൻ നിങ്ങളുടെ അടുത്ത് ഓങ്കാരം ജപിക്കുമ്പോൾ മടിയന്മാരാണ് ഇവിടെ കൂടുതലും. എന്നിട്ട് എന്നെക്കൊണ്ട് പറയിപ്പിക്കുക, എന്ത് പറ്റി, നിങ്ങളുടെ കുരലടപ്പനുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് ശബ്ദം കുറച്ചൊന്ന് പൊന്തണത്. ഇതുതന്നെയായിരുന്നു നമ്മുടെ പൂർവികരുടെയും സമ്പ്രദായം. അതിൻ്റെ സന്താനങ്ങളാണല്ലോ നമ്മൾ. സ്വാമിജി ജപിക്കാൻ പറഞ്ഞു, ജപിക്കണത് ഞാനാണ്, എനിക്കാണ് അതിൻ്റെ വിശേഷം എന്ന് പറഞ്ഞ് പൂർണ്ണ കണ്ഠം ഉപയോഗിച്ച് എന്തുകൊണ്ട് ജപിക്കണില്ല നിങ്ങൾ? മടിയൻ മുത്തച്ഛന്മാരാണ് നിങ്ങളൊക്കെ. പ്രണവോ ധനു ശരോ ഹ്യാത്മാ. വില്ല എന്ന് പറയുന്നത് പ്രണവമാണ്. അതിൽ മനസ്സിനെയാണ് വെച്ച് പതിപ്പിക്കേണ്ടത്. അപ്രമത്തേന, ശ്രദ്ധ കുറവൊന്നുമില്ലാതെ വേദ്ധവ്യം, ആ ലക്ഷ്യത്തിന് വേദിക്കണം. ശരവത് തന്മയോ ഭവേ, ആ ശരം ചെന്ന് തറയ്ക്കുന്നത് പോലെ ആവണം എന്ന്. ഈ ബ്രഹ്മം എന്ന് പറയുന്നത് അതിൽ നിന്നാണല്ലോ ഈ ലോകം മുഴുവനും ഉണ്ടായിരിക്കുന്നത്. ഈ ദൃശ്യപ്രപഞ്ചം, നമ്മുടെ ശരീരമടക്കം. ഇതെങ്ങനെ ഉണ്ടായി എന്നുള്ളൊരു ചോദ്യം ശ്രീമദ് ഭാഗവതത്തിലും അതാണല്ലോ ജന്മാദ്യസ്യതഃ എന്ന് പറയുന്നത്. അപ്പോൾ ജന്മാദി അസ്യ യതഃ എന്ന് പറഞ്ഞാണ് ശ്രീമദ് ഭാഗവതം തുടങ്ങുന്നത്. അപ്പോൾ ഇതിലൊരു ഉറവിടം അന്വേഷണമാണ് നടക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഉറവിടമുണ്ടോ? ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ആ സ്രോതസ്സിൽ നിന്ന് ഈ ദൃശ്യപ്രപഞ്ചം ഉണ്ടായത് എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. അതിന് നമ്മുടെ ഉപനിഷത്ത് പറയണത് എന്താണെന്നറിയോ? യഥോർണനാഭിസ് സൃജതേ ഗൃഹതേ ച യഥാ പൃഥിവ്യാം ഓഷധയഃ സംഭവന്തി യഥാ സദപുരുഷാത് കേശലോമാനി തഥാക്ഷരാത് സംഭവതീഹ വിശ്വം. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഇഷ്ടം തോന്നുന്നുണ്ടോ? യഥോർണനാഭിസൃജതേ ഗൃഹതേ ച. എങ്ങനെയാണ് ഈ ലോകം ഉണ്ടായത്? അതോ എട്ടുകാലിയെ കണ്ടിട്ടില്ലേ? ആ എട്ടുകാലി സ്വന്തം ശരീരത്തിൽ നിന്ന് വിസർജിക്കുന്ന നൂലെടുത്തിട്ടാണ് വല കെട്ടുക. അങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ എപ്പോഴെങ്കിലും ഒരഴയോ രണ്ടഴയോ തെറ്റിയെന്ന് തോന്നിയാൽ അത് ആ കെട്ടിയിട്ടുള്ള നൂലിനെ അടർത്തിയെടുത്ത് ഉള്ളിലേക്ക് വലിക്കും. അപ്പോൾ എട്ടുകാലിക്കുള്ള ഒരു വിശേഷതയാണ് എന്ത്? തൻ്റെ ഉള്ളിൽ നിന്ന് നൂല് പുറപ്പെടുവിച്ച് ആ നൂലിന് വേണ്ടി വന്നാൽ പിൻഭാഗം വലിച്ചെടുക്കും പിന്നാക്കം. എന്നിട്ട് അതിനെ വേണ്ടതുപോലെ ആക്കി തീർത്ത് ഇങ്ങനെ പോകുന്നത്. അതുപോലെയാണ് ഈശ്വരൻ ഈ ലോകത്തിനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഈശ്വരനല്ല പുല്ലിംഗോ സ്ത്രീലിംഗോ ഒന്നുമില്ല അവിടെ, പരബ്രഹ്മം. ഇതാണ് ആദ്യം എല്ലാവരും വിചാരിക്കുക. ഈശ്വരൻ സൃഷ്ടികർത്താവാണ്. അദ്ദേഹം സൃഷ്ടിച്ചു, അദ്ദേഹത്തിന് എങ്ങനെ വേണമെങ്കിൽ ഇതിനെടുത്ത് കളിക്കാം, പിൻവലിക്കുകയും ചെയ്യാമെന്ന്. ഇതാണ് ആദ്യം നമ്മുടെ മനസ്സിൽ തോന്നുന്നത്. അപ്പോൾ ഉപനിഷത്ത് ആദ്യത്തെ ആ ചിന്താഗതി അവിടെ പറഞ്ഞു. പിന്നെ രണ്ടാമത്തതോ യഥാ പൃഥിവ്യാം ഓഷധയഃ സംഭവന്തി. ഭൂമി ജഡമാണ്. അതിൽ മഴ അങ്ങോട്ട് പെയ്താൽ പലതരത്തിലുള്ള ചെടികളും വള്ളികളും ഒക്കെ ആയിട്ട് അങ്ങനെ മുളയ്ക്കുകയും ഈ മുളകളൊക്കെ പൊന്തണത് ഭൂമി സങ്കല്പിച്ച ഇച്ഛയോടുകൂടി മുളയ്ക്കട മുളയ്ക്കട എന്ന് പറഞ്ഞ് മുളപ്പിച്ചതാണോ? എന്താ മിണ്ടാത്തേ? എന്താ മിണ്ടാത്തേന്ന് മറുപടി പറയും. ഭൂമി ജഡമല്ലേ? അപ്പോൾ ചെടിയെ മുഴുവനും മുളപ്പിച്ചതാ, നീ മുളയ്ക്കട മുളയ്ക്കട എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ മഴ പെയ്തു, മുളച്ചു. അതിൽ ഭൂമിക്ക് കാര്യമായിട്ടുള്ളൊരു പങ്ക് മനഃപൂർവ്വതയൊന്നുമില്ല. അതുപോലെയാണ് ഈ ലോകമുണ്ടായിരിക്കുന്നത്. ഇത് ഈശ്വരൻ സങ്കല്പിച്ചുണ്ടാക്കിയെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അത് ആദ്യത്തെ ചിന്തയാണ്, ഒരു ബാലിശ ചിന്തയാണ്. മുതിരുമ്പോൾ അങ്ങനെയല്ല. അപ്പോൾ ഭൂമി ജഡമാണ്. അതിൽ പൊട്ടിമുളച്ചിട്ടുള്ളതൊക്കെ ചേതനാംശമുള്ളതാണ്. അപ്പോൾ ജഡം പോലെയുള്ള ഒരു പദാർത്ഥത്തിൽ നിന്ന് ഉണ്ടായി എന്നാണോ നിങ്ങൾ പറയണത്? ഈ ഉണ്ടായതിൽ ഭൂമിക്കൊരു പങ്കുമില്ല, ഇച്ഛാപൂർവതയില്ല എന്നാണോ പറയണത്? അപ്പം മറുപടി പറയാ, യഥാ സതഃപുരുഷാ കേശലോമാനി. ജീവിച്ചിരിക്കുന്ന ഒരാൾ, ആ ആളുടെ ശരീരത്തിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് വളരുന്നുണ്ടെങ്കിൽ അത് രോമങ്ങളാണ്, തലയിലും ദേഹത്തിലും. ആൾക്ക് ജീവനുണ്ട്, സചേതനനാണ്. പക്ഷേ ഈ രോമങ്ങൾക്കൊന്നും ചേതനത്വമില്ല, ചേതനാംശമില്ല, അത് ജഡമാണ്. അതേപോലെ
ചേതനാരൂപത്തിലുള്ള ഒരു സ്രോതസ്സിൽ നിന്ന്, ശരീരത്തിൽ നിന്ന് രോമങ്ങൾ എങ്ങനെയോ അതുപോലെ തന്നെ ഈ പ്രപഞ്ചം ഉണ്ടായിട്ടുണ്ട്. ഈ ഉണ്ടായ പ്രപഞ്ചം മുഴുവനും ജഡമാണ്. അതിനൊന്ന് മുറിച്ചു എന്നിരിക്കട്ടെ, ശരീരത്തിന് യാതൊരു കേടുമില്ല. തൊലിയെ തൊടരുത്, അല്ലാതെ നിങ്ങൾ എന്ത് വേണമെങ്കിൽ ചെയ്തോളൂ. എല്ലാവരും ക്രോപ്പ് ചെയ്യുന്നുണ്ടല്ലോ. അതുപോലെയാണ് ഈ പ്രപഞ്ചം. ഇങ്ങനെ 3 തരത്തിലുള്ള ദൃഷ്ടിയാണ്, വീക്ഷണമാണ് ഈ പ്രപഞ്ചത്തിനെ പറ്റി നമ്മുടെ മനസ്സിലുണ്ടാവുന്നത്. ഞാൻ ചുരുക്കി അങ്ങോട്ട് പറഞ്ഞു പോവാ. ബ്രഹ്മൈവേദമൃതം പുരസ്താദ് ബ്രഹ്മ പശ്ചാത് ബ്രഹ്മ ദക്ഷിണതശ്ചോത്തരേണ അധശ്ചോർധ്വം ച പ്രസൃതം ബ്രഹ്മൈവേദം വിശ്വമിദം വരിഷ്ഠം. പുറത്തേക്കുള്ള ദൃഷ്ടി അകത്തേക്കാക്കി കണ്ണടച്ച് ഒരിടത്തിരുന്ന് ധ്യാനിച്ച് നമ്മുടെ ചിന്തകൾ മുഴുവൻ എവിടുന്ന് വരുന്നു, എവിടെ നിൽക്കുന്നു, എവിടെ അസ്തമിക്കുന്നു, ഇവിടെ ചിന്തകനും വിചിന്തനവും ചിന്തയും വേറെ വേറെയാണോ എന്നൊക്കെ ഇരുന്ന് പരിശോധിച്ച് കണ്ടെത്തി അവസാനം അവർക്ക് മനസ്സിലായി എല്ലാം കൂടി ഒന്നേ ഉള്ളൂ. ആ ഒന്ന് എല്ലായിടത്തും ഉണ്ട് താനും, സർവ്വവ്യാപിയുമാണ്. അപ്പോൾ സർവ്വവ്യാപിയായ ഒരു സാന്നിധ്യം എന്ന് പറഞ്ഞാൽ അതിൽ വേറെ എന്തെങ്കിലും ഉണ്ടാവുമോ? ഉണ്ടാവില്ലല്ലോ. എല്ലാ ദിക്കിലും നിറഞ്ഞിരിക്കണതല്ലേ. അതെന്തെങ്കിലും പ്രവർത്തിക്കുകയോ? പ്രവർത്തിക്കില്ല. പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ അനങ്ങണം, അല്ലെങ്കിൽ സ്പന്ദിക്കണം. നിറഞ്ഞിരിക്കുന്ന ഒരു സാധനം സ്പന്ദിക്കുമോ? അനങ്ങോ? എന്താ മിണ്ടാതെ? ഒന്ന് ബുദ്ധി ഉപയോഗിച്ച് ആലോചിക്കുകയപ്പാ. ഒരു കുപ്പിയുടെ ഉള്ളിൽ വെള്ളം ഒഴിച്ചു നിറച്ച് കോർക്കിട്ടു, ഒരു എയർ ബബിളില്ല, എന്നിട്ട് കുലിക്കുക, ആ വെള്ളം അനങ്ങോ? അപ്പോൾ എല്ലാ ദിക്കിലും നിറഞ്ഞിരിക്കുന്ന ഒരു സാന്നിധ്യം ഒരിക്കലും പ്രവർത്തിക്കില്ല, കാരണം അനങ്ങാൻ പറ്റില്ല. അപ്പോൾ ഈ കാണുന്ന ബ്രഹ്മം മുഴുവനും അമൃതം, ഒരു കാലത്തും ഇല്ലാതെ ആവില്ല. അപ്പോൾ അമരമായിരിക്കുന്ന ഒരു ചൈതന്യ വിശേഷമാണത്. അതാണ് മുൻപിൽ, അതാണ് പിന്നിൽ, അതാണ് വലത്ത്, അതാണ് ഇടത്ത്. ഈ കാണുന്നത് മുഴുവനും ബ്രഹ്മൈവേദം വിശ്വമിദം വരിഷ്ഠം. അതിനെയാണ് സർവം വിഷ്ണുമയം ജഗത് എന്ന് പുരാണ ഭാഷയിൽ പറയുന്നത്. ഈ ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കണമെങ്കിൽ എന്താണ് വേണ്ടത്? കുറേ ഹവിസും നെയ്യൊക്കെ ആയിട്ട് ഹോമം കൊണ്ടുണ്ടാക്കി അങ്ങോട്ട് ഹോമിക്കുകയാണോ വേണ്ടത്? ശരീരം കൊണ്ട് എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ശരീരം ജഡമാണ്. അതിൻ്റെ ഉള്ളിലുള്ള സാന്നിധ്യത്തിനാണ് ഉണർവും അറിയാനുമുള്ള ശക്തി. അപ്പം നമ്മുടെ സാധനയും തപസ്സും മുഴുവനും ഉള്ളിലുള്ളതിനെ തട്ടിയിട്ട് വേണം. ഒന്ന് കേൾക്കുന്നുണ്ടോ നിങ്ങൾ തല കുത്തി മറിഞ്ഞിട്ടും കാര്യമില്ല. ശരീരത്തിൻ്റെ ഉള്ളിൽ അതിനെ ഉജ്ജീവിപ്പിച്ച് നിർത്തുന്ന മനസ്സിനെയും ബുദ്ധിയെയും എടുത്ത് ആ മനോബുദ്ധി പ്രയോഗം കൊണ്ടുള്ള കാര്യങ്ങളെ ചെയ്തിട്ട് കാര്യമുള്ളൂ. സത്യേന ലഭ്യസ്തപസാ ഹ്യേഷാത്മാ. സത്യം അതൊരു ഡിസിപ്ലിനാണ്, ഒരു അച്ചടക്കാണ്. ആ സത്യം തപസാ ഹ്യേഷാത്മാ. തപസ് എന്ന് പറയുന്നത് ശരീരം ചെയ്യണതല്ല. തപസ് വേണമെന്നൊരു തോന്നൽ മനസ്സിലാണ്. എന്നിട്ട് അതിനനുസരിച്ച് ഇപ്പോൾ പഞ്ചാഗ്നി മധ്യത്തിലിരുന്ന് തപസ് ചെയ്തു എന്ന് പറഞ്ഞാൽ ശരീരമാണോ ചെയ്തത്? തപസ്സല്ല. പാർവതിയുടെ ഉള്ളിൽ തോന്നുകയാണ് തപസ് ചെയ്യണമെന്ന്. ആ തോന്നലിനെ അനുസരിച്ച് ശരീരത്തിനെയും അംഗങ്ങളെയും പ്രയോഗിക്കണം. അങ്ങനെ ഉള്ളിൽ തട്ടിയുള്ള തപസ്സാണ് വേണം. സമ്യജ്ഞാനേന കാര്യങ്ങൾ വേണ്ടതുപോലെ വിശകലനം ചെയ്ത് മനസ്സിലാക്കണം, അറിവ് വേണം. ബ്രഹ്മചര്യേണ നിത്യം, നല്ല ബ്രഹ്മചര്യവും വേണം. അങ്ങനെ വരുമ്പോൾ അന്തഃശരീരേ ജ്യോതിർമയോ ഹി ശുഭ്രോ യം പശ്യന്തി യഥയാ ക്ഷീണദോഷാഃ. അങ്ങനെ വന്നാൽ നമ്മുടെ മനസ്സിലുള്ള ദോഷങ്ങളും മാലിന്യങ്ങളും എല്ലാം പോവും. അങ്ങനെ ക്ഷീണദോഷന്മാരായി എന്നുണ്ടെങ്കിലോ നമുക്ക് ഉള്ളിൽ ഇങ്ങനെ തെളിഞ്ഞു കാണും. എന്താ കാണുക? എന്താണ് മനസ്സ്, എന്താണ് ബുദ്ധി, എന്താണ് തത്വം, എന്താണ് വിചാരം, എന്താണ് ചിന്ത, എന്താണ് വികാരം, എന്താണ് ഭാവം, എല്ലാം തെളിഞ്ഞ് 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 കാണും, കണ്ണാടിയിൽ കാണുന്നത് പോലെ. സത്യമേവ ജയതേനാനൃതം സത്യേന പന്ഥാ വിതതോ ദേവയാനഃ. സത്യമേവ ജയതേനാനൃതം.
1947 ഇന്ത്യ സ്വതന്ത്രമായി. അന്ന് സ്വാതന്ത്ര്യം കിട്ടാൻ പോണു എന്ന് പറഞ്ഞ സമയത്ത് നമ്മുടെ രാഷ്ട്രീയക്കാരും അല്ലാത്തവരുമായ നേതാക്കളും ചിന്തകന്മാരും എല്ലാം കൂടി പൊരിഞ്ഞ് ആലോചിച്ച് കണ്ടെത്തിയതാണ് നമ്മുടെ ദേശത്തിനൊരു മുദ്രാവാക്യം വേണം നമ്മൾ നയിക്കാൻ. എന്നിട്ട് അവർ കണ്ടുപിടിച്ചത് സത്യമേവ ജയതേ എന്നാണ്. അത് ഈ മുണ്ടകോപനിഷത്തിൽ നിന്നെടുത്തതാണ്. സത്യമേവ ജയതേ നാനൃതം. ഒരിക്കലും നുണ ജയിക്കില്ല. സത്യം ഒന്നേ ഉള്ളൂ. നുണ പറയാൻ പുറപ്പെട്ടാൽ 100 എണ്ണം പറയേണ്ടി വരും. പറഞ്ഞതൊക്കെ തെറ്റാണല്ലോ. അപ്പോൾ അതിനെ ന്യായീകരിക്കാൻ പറയുന്നത് പിന്നെയും തെറ്റ്. അങ്ങനെ തെറ്റായിട്ട് അങ്ങോട്ട് പോകും. സത്യം എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ. ആ സത്യസന്ധത കൊണ്ടും സത്യനിഷ്ഠ കൊണ്ടും വേണം ഇതിനെ സാക്ഷാത്കരിക്കാൻ. ന ചക്ഷുഷാ ഗൃഹ്യതേനാഭിവാച നാന്യൈർദേവൈസ്തപസാ കർമ്മണാ വാ ജ്ഞാനപ്രസാദേന വിശുദ്ധസത്വ തതസ്തുതം പശ്യതേ നിഷ്കളം ധ്യായമാനഃ. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഉപനിഷത്തിൻ്റെ വാണിയാണപ്പാ. ന ചക്ഷുഷാ ഗൃഹ്യതേ നാഭിവാച. ഇത് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല, വായ കൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കാനും പറ്റില്ല. നാന്യൈർദേവൈ, ബാക്കിയുള്ള ഇന്ദ്രിയങ്ങൾ കൊണ്ടും സാധ്യമല്ല. തപസാ കർമ്മണാവാ. തപസ് എന്നുള്ള പേരിൽ തപസ് ചെയ്യുന്നത് ആരാ? ഇപ്പോൾ നിങ്ങളൊക്കെ ക്ഷേത്രത്തിൽ പോയി വരുന്നു, തൊഴുന്നു, കൈകൂപ്പുന്നു, നമസ്കരിക്കുന്നു. ഇതൊക്കെ ചെയ്യുന്നത് ആരാ? ആരെങ്കിലും ഉണ്ടോ അവിടെ പറയാൻ? ശരീരം. എന്തെന്നാ കാര്യം? ശരീരമാണല്ലോ ഇത് മുഴുവൻ ചെയ്യുന്നത്. മനസ്സിനെ കൊണ്ട് ചെയ്യിക്കൂ, ബുദ്ധിയെ കൊണ്ട് ചെയ്യിക്കൂ. അപ്പം അത് തപസ്സായി. അപ്പം അതുകൊണ്ട് കിട്ടില്ല. ജ്ഞാനപ്രസാദേന വിശുദ്ധസത്വ. അറിവ് തന്നെ വേണം പ്രസന്നമാവാൻ. ആലോചിച്ച് ഗ്രഹിച്ച് ചിന്തിച്ച് വിചാരം ചെയ്ത് ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവിടെ എന്താണ് ചിന്തിക്കുന്നത്, ആരാണ് ഈ ഞാൻ, വിചിന്തനം എന്ന് പറയണത് എന്ത്, ചിന്ത എന്ന് പറയണത് എന്ത്, മൂന്നും തമ്മിലുള്ള ബന്ധമെന്ത്, ഇതെല്ലാം ആലോചിച്ച് അവസാനം എന്താവണു? ഈ ത്രിപുടി തന്നെ ഇല്ലാതെയായി ശമിക്കണമെന്ന്. ത്രിപുടി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ട്രയാങ്കിളിൽ 3 സൈഡുണ്ട്, അത് അപ്പുറം തൊട്ടുകൊണ്ടിരിക്കും, അപ്പോൾ ഒരു ട്രയാങ്കിളായി. അതുപോലെ അറിയുന്നവൻ, അറിയപ്പെടേണ്ടത് അറിവ്, ഈ 3 എണ്ണവും ഒന്നാണെന്ന് മനസ്സിലായി ഇല്ലാതെ ആവുമ്പോൾ ജ്ഞാനമായി. തതസ്തുതം പശ്യതേ നിഷ്കളം ധ്യായമാനഃ. ഇതിനൊരു അവയവമൊന്നുമില്ല. കണ്ണ്, മൂക്ക്, ചെവി, മുഖകമലം, പാദകമലം, അങ്ങനെയൊന്നുമില്ല. അതിന് നിറഞ്ഞിരിക്കുന്ന ഒരു പൊരുളാണ്. യം ലോകം മനസാ സംവിഭാതി വിശുദ്ധസത്വ കാമയതേ യാംശകാമാൻ തം ലോകം ജയതേ താംശകാമാൻ തസ്മാദാത്മജ്ഞം ഹ്യർച്ചയേത് ഭൂതികാമഃ. ഒരു വിശേഷപ്പെട്ട ശ്ലോകാത്. ഒരു തത്വജ്ഞൻ, ഒരു ജ്ഞാനി വര്യൻ, ഒരു മഹർഷി, അദ്ദേഹത്തിനെ പോയി കണ്ടാൽ എന്തുണ്ടാവുമെന്ന് ചോദിച്ചാൽ, ഐശ്വര്യം ആവശ്യപ്പെടുന്നവരൊക്കെ അദ്ദേഹത്തിനെ പോയി കണ്ട് നമസ്കരിച്ചോളൂ. അങ്ങോരുടെ മനസ്സിൽ നിങ്ങൾക്ക് ഐശ്വര്യം വേണം എന്നൊരു തോന്നൽ വന്നാൽ നിങ്ങൾക്കത് ഉണ്ടാവും. അപ്പം മനസ്സ് ശുദ്ധമായി ജ്ഞാനം തെളിഞ്ഞിട്ടുള്ള ഒരു മഹാത്മാവ് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തട്ടി എന്ത് ആശിക്കുന്നുവോ പറയുന്നുവോ അതൊക്കെ ഉണ്ടാവും. പക്ഷെ അദ്ദേഹത്തിന് സ്വയം ഒരു ആശയുണ്ടാവില്ല. പക്ഷെ ആരെങ്കിലും ചെന്ന് കണ്ട് വിഷമിച്ചൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലത് തട്ടിയെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാവട്ടെ എന്ന് തോന്നുമ്പോൾ അത് സംഭവിക്കും. അതുകൊണ്ട് പറയട്ടെ ഞാൻ, ഒരു ഭാഗത്ത് കല്ലിനെ പ്രതിഷ്ഠിച്ച് ഭഗവാനാണെന്ന് പറഞ്ഞു പോയി പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥനയ്ക്കാണോ വില കൂടുതൽ, അതോ ഒരു മഹാത്മാവിനെ കണ്ടുപോയി പ്രാർത്ഥിക്കുന്നതിനോ? കല്ല് 1000 പേര് പോയാലും ആ കല്ലറിയാൻ പോകില്ല എത്ര ആൾ വന്നു, അറിയോ? നേരെ മറിച്ച് കണ്ണും മൂക്കും ഒക്കെ ഉള്ള ഒരു മഹാത്മാവിൻ്റെ അടുത്ത് പോയാലോ അദ്ദേഹത്തിന് അറിയും. അപ്പം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നിയാൽ ആ തോന്നിയതുപോലെ നടക്കും. സാധാരണ ഈ സന്യാസിമാർ പരിവ്രജനം ചെയ്യുന്നവരാവണമെന്നുണ്ട്. ഞങ്ങളൊക്കെ പരിവ്രാജകന്മാരെന്നാ വെപ്പ്. എന്താ അങ്ങനെ സഞ്ചരിക്കുന്നത്?
എല്ലാവർക്കും ഒരു മഹാത്മാവിനെ വന്ന് കാണാൻ പറ്റിയെന്ന് വരില്ല, പല സ്ഥലങ്ങളിലുള്ളവർ. അപ്പോൾ അവർ സഞ്ചരിക്കുക, എല്ലാവർക്കും കാണാൻ പറ്റുമല്ലോ എന്ന്. അപ്പോൾ ഒരു സ്ഥലത്ത് ഒരു സന്യാസി വര്യൻ ചെന്നപ്പോൾ അവിടെ അധികം പ്രായമായിട്ടില്ല ഒരു സ്ത്രീ, വലിയ ഭക്തിയാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി വളരെ ഭക്തിയോടുകൂടി നമസ്കരിച്ച് ദിവസേന താമസിക്കുന്ന സ്ഥലമൊക്കെ വെടുപ്പാക്കി വെള്ളം കൊണ്ടുവച്ചൊക്കെ നന്നാക്കി. അപ്പോൾ അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും ഇങ്ങനെയാണല്ലോ എന്ന് തോന്നി. അപ്പോൾ ഒരു ദിവസം അദ്ദേഹം കണ്ണടച്ചിരുന്നു. സ്ത്രീ അവിടെ നോക്കി നിന്ന് നമസ്കരിച്ചു, കണ്ണു തുറന്നപ്പോൾ. അപ്പോൾ നിനക്ക് താമസിയാതെ ഒരു നല്ല സന്താനം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞു അത്രേ. ആ സ്ത്രീ പൊട്ടിച്ചിരിച്ചു തുടങ്ങി. എനിക്കെങ്ങനെയാണ് സന്താനം ഉണ്ടാവുക? എൻ്റെ ഭർത്താവ് പോയിരിക്കുക നാട് വിട്ട്, പിന്നെ സന്താനം ഉണ്ടാവുമെന്ന്. എന്താ മോളെ നീ ഇങ്ങനെ പറയുന്നത്? എൻ്റെ മനസ്സിൽ നിന്ന് വന്നതല്ലേ, ശരിയാവും, എന്തോ ആവട്ടെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ആ സ്ത്രീക്ക് കുറച്ചും കൂടിയും ഭക്തി കൂടി. എന്നിട്ട് ഒരാഴ്ച 10 ദിവസം കഴിയുമ്പോഴേക്കും ഈ സന്യാസി ശിഷ്യന്മാരോട് പറഞ്ഞ മാതിരി തിരിച്ചു പോയില്ല. തിരിച്ചു പോകാത്തത് കൊണ്ട് അവൻ അന്വേഷിച്ച് വന്ന് കണ്ടെത്താൻ അവിടെ അങ്ങോട്ട് വന്നപ്പോൾ ഈ സ്ത്രീ പൊട്ടി അങ്ങോട്ട് ചിരിച്ചു. ഇതാണ് എൻ്റെ ഭർത്താവ് എന്ന്. അതിലുള്ള ഒരാൾ. പിന്നെ ബാക്കിയുള്ള കാര്യം ഞാൻ പറയണ്ടല്ലോ, പറയണോ? അദ്ദേഹം പറഞ്ഞു, നീ എന്താ ചെയ്തേ? കല്യാണം കഴിച്ച് ജീവിച്ചിരിക്കുന്ന ചെറുപ്പക്കാരി ഒരു ഭാര്യ ഉണ്ടെന്ന് എന്നോട് പറഞ്ഞിട്ടല്ലോ സന്യാസം ചോദിച്ചത്. നുണ പറഞ്ഞു. സന്യാസം ഉപേക്ഷിച്ച് ഭാര്യയോട് കൂടിയിരുന്ന് കുറേ കാലം കുടുംബജീവിതം നയിക്കൂ എന്ന് പറഞ്ഞു. കരഞ്ഞ് പോവില്ല എന്നൊക്കെ പറഞ്ഞതിന് പറ്റിയില്ല, പോണ്ടി വന്നു. പിന്നെ കുട്ടികളും കാര്യങ്ങളൊക്കെ. ഇതാണ് വിശേഷം. മനസ്സിലായില്ല? നീ കൂട്ടിപ്പിടിപ്പിക്കാൻ അറിയില്ലേ? അപ്പോൾ തസ്മാത് ആത്മജ്ഞം ഹ്യർച്ചയേത് ഭൂതികാമ സയോഹ വൈ തത്പരമം ബ്രഹ്മവേദ ബ്രഹ്മൈവ ഭവതി നാസ്യാ ബ്രഹ്മവിത്കുലേ ഭവതി തരതി ശോകം തരതി പാപ്മാനം ഗുഹാഗ്രന്ഥിഭ്യോ വിമുക്തോ അമൃതോ ഭവതി. ഈ ബ്രഹ്മജ്ഞാനം കൊണ്ടുണ്ടാവുന്ന നേട്ടം എന്താന്ന് ചോദിച്ചാൽ എന്താ? സയോഹ വൈ തത്പരമം ബ്രഹ്മവേദ സ ബ്രഹ്മൈവ ഭവതി നാസ്യ അബ്രഹ്മവിത്കുലേ ഭവതി. ഈ ബ്രഹ്മത്തെ അറിഞ്ഞാൽ അറിഞ്ഞവൻ ആ ബ്രഹ്മമായി തീരും. നമ്മളൊക്കെ ബ്രഹ്മാണ്. നിങ്ങളൊക്കെ ശരീരമാണോ? ജഡശരീരമാണോ? ജഡശരീരമാണോ എന്ന്? ശവശരീരമാണോ നിങ്ങൾ? ജീവിച്ചിരിക്കുന്നതാ. നിങ്ങളെ ഞാൻ നോക്കുമ്പോൾ ചത്തു എന്ന് തോന്നണോ അതോ ജീവിച്ചിരിക്കണമെന്ന് തോന്നണോ? ആ ജീവിച്ചിരിക്കുന്നത് എന്താ? ശരീരത്തിനെ ഉജ്ജീവിപ്പിച്ച് നിർത്തുന്നത് ഉൾസാന്നിധ്യമാണ്. അപ്പോൾ നിങ്ങളെയൊക്കെ കണ്ടാൽ ഉൾസാന്നിധ്യത്തിൻ്റെ പ്രതീതിയാണ് എനിക്കുണ്ടാവുന്നത്, അതുപോലെ നിങ്ങൾക്കും ഉണ്ടാവണം. അങ്ങനെ വന്നാൽ ബ്രഹ്മമായിത്തീരും. തരതി ശോകം തരതി പാപ്മാനം. എല്ലാ ദുഃഖവും എല്ലാ പാപവും നശിച്ച് ഗുഹാഗ്രന്ഥിഭ്യോ വിമുക്തോ അമൃതോ ഭവതി. എല്ലാ വിധത്തിലുള്ള കെട്ടുപൂട്ടുകളും മനസ്സിൽ നിന്നും ഹൃദയത്തിൽ നിന്നും അഴിഞ്ഞുലർന്ന് ആ ആള് അമൃതനായിത്തീരണു, അമരനായിത്തീരണു. എന്താ അപ്പോൾ ഉപനിഷത്തിൻ്റെ ഉദ്ദേശം, ലക്ഷ്യം എന്ന് ചോദിച്ചാൽ ഇതാണ്. ശ്രീമദ് ഭാഗവതം ഇതാണോ ചെയ്യണത് എന്നാണ് നിങ്ങൾക്കറിയേണ്ടത്. ഇത് മാത്രമേ ചെയ്യുന്നുള്ളൂ, ബാക്കിയുള്ളതൊക്കെ വിട്ടുകളഞ്ഞു. കേനോപനിഷത്ത് ഒരു ഉപനിഷത്തുണ്ട്. കേന എന്ന് വെച്ചാൽ എന്തുകൊണ്ട്, എന്തിനാലിന്. അപ്പോൾ ഞാൻ അതിനെ എന്തുകൊണ്ടോപനിഷത്ത് എന്ന് പറയും. അപ്പോൾ കേനോപനിഷത്ത് അവിടെ എന്താ പറയണത്? കേൾക്കുന്നുണ്ടോ നിങ്ങൾ? താല്പര്യം തോന്നുന്നുണ്ടോ? കേനേഷിതം പതതി പ്രേഷിതം മനഃ കേന പ്രാണഃ പ്രഥമ പ്രൈതിയുക്തഃ കേനേഷിതാം വാചമിമാം വദന്തി ചക്ഷുശ്രോത്രം കൗദേവോ യുനക്തി. പുറമേയുള്ള ദൃശ്യലോകത്തിലുള്ള ഇടപാടുകൾ മുഴുവനും വിട്ട് ഉള്ളിലേക്ക് തിരിഞ്ഞപ്പോൾ അവിടെ ചോദ്യങ്ങളായി. അറിവ് കിട്ടാനുള്ള വഴി എന്താ? ചോദ്യം ഉന്നയിച്ച് അതിനെ വളരെ ശ്രദ്ധയോടുകൂടി പിന്തുടർന്നാൽ അത് ചെന്ന് കലാശിക്കുന്നത് അറിവിലാണ്. അപ്പം അവർ ഉന്നയിച്ച ചോദ്യങ്ങളാ. കേനേഷിതം പതതി പ്രേഷിതം മനഃ. ആദ്യമായിട്ട് നമ്മുടെ മനസ്സ്, കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ആദ്യമായിട്ട് നമ്മുടെ മനസ്സ്
ചിന്തിക്കാൻ തുടങ്ങി. ഇന്ദ്രിയങ്ങളിലൂടെ ബാഹ്യ വിഷയങ്ങളിൽ ചെന്ന് പതിച്ചത് എങ്ങനെയാണ്? നിങ്ങൾ കാലത്ത് എണീക്കണം, നിങ്ങൾ ആവശ്യപ്പെട്ട് എണീക്കണമെന്നാണോ? ഒരെണ്ണം മറുപടി പറയാനില്ലല്ലോ. നിങ്ങൾ എണീക്കുമ്പോൾ അറിയണോ അതോ അറിഞ്ഞുകൊണ്ട് എണീറ്റോ? നിങ്ങൾ എണീറ്റപ്പോഴല്ലേ അറിഞ്ഞത്. അപ്പം നമ്മളെ ഉറക്കി എണീപ്പിക്കുന്നത് ആരാടോ? നിങ്ങളാണോ? ഇന്ന് കാലത്ത് എണീറ്റത് ആര് പറഞ്ഞിട്ടാ? ഉറങ്ങിയത് ആര് പറഞ്ഞിട്ടാ? ഉറങ്ങാൻ വേണ്ടി കിടന്നത് ശരി, ഉറക്കിയതാരാ? അതുമാതിരി ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ചതോ? അതുപോലെ ഈ മനസ്സ് ആദ്യമായി ഇന്ദ്രിയങ്ങളിലൂടെ പുറം വസ്തുക്കളിൽ ചെന്ന് പതിച്ചത് എങ്ങനെയാ? കേന പ്രാണപ്രഥമ പ്രൈതിയുക്ത. ആ കുട്ടി പിറന്നതിന് ശേഷം ആദ്യമായിട്ട് പറഞ്ഞിട്ട് ശ്വാസം എടുത്തുമല്ലോ. ആ ശ്വാസം എടുത്തിട്ട് ശ്വാസകോശങ്ങളെല്ലാം വികസിക്കാനാണ് എടുക്കുന്നത്. അതിന് കരച്ചിലെന്ന് പറയും. അത് കരച്ചിലല്ല. ഞാനൊരു ഗൈനക്കോളജിസ്റ്റിനോട് ചോദിച്ചു, നിങ്ങൾ എന്താ ഇതിനെ കരച്ചിലെന്ന് പറയണേ? ആ കുട്ടി സങ്കടം കൊണ്ട് കരയല്ല, അതിൻ്റെ ആരോഗ്യം കൊണ്ട് വലിച്ചെടുക്കുകയാണ്. അപ്പോൾ അവിടെയുള്ള തടസ്സങ്ങൾ കഫങ്ങളൊക്കെ പോയി. അതാണ് കുട്ടി കരഞ്ഞോ എന്ന് ചോദിക്കുന്നത്. അപ്പം ആ പ്രാണനെ ആദ്യം വലിച്ചെടുത്തത് ആര് പ്രേരിപ്പിച്ചിട്ടാണെന്നാണ് ചോദിക്കുന്നത്. പ്രഥമ പ്രൈതിയുക്ത കേനേഷിതാം വാചമിമാം വദന്തി. നമ്മളുടെ വാക്ക് ഓരോന്നും എങ്ങനെയാണ് പുറപ്പെടുന്നതെന്ന് പുറപ്പെട്ടാൽ നമ്മൾ കേൾക്കണം. പക്ഷെ നിങ്ങൾ മനഃപൂർവ്വം ഓരോ വാക്ക് പുറപ്പെടുവിക്കുന്നതാണോ? അപ്പം എന്താ ഇതിൻ്റെ ഉള്ളിൽ? ചക്ഷുശ്രോത്രം കൗദേവോ യുനക്തി. നമ്മുടെ കണ്ണും കാതുമെല്ലാം ഏത് ദേവനാണ് പ്രകാശിപ്പിക്കുന്നത്, പ്രേരിപ്പിക്കുന്നത്, നിയോഗിക്കുന്നത് എന്ന്. എന്നിട്ട് പറയാണ് എന്ത്? യൻ മനസാനമനുദേ ഏനാഹുർ മനോമതം തദേവ ബ്രഹ്മത്വം വിദ്ധി നേദം യതിദം ഉപാസതേ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റില്ല. എൻ മനസാ ന മനുതേ. മനസ്സുകൊണ്ട് മനനം ചെയ്ത് കണ്ടുപിടിക്കാൻ സാധിക്കാത്തതെന്തോ, എന്നാൽ എന്താണോ മനസ്സിനെ കൊണ്ട് മനനം ചെയ്യിക്കുന്നത് അതാണ് ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ഉള്ളിലോ പുറത്തോ? ഇതെന്താ നിങ്ങൾ മിണ്ടാണ്ടിരിക്കണേ? ഞാൻ സംസാരം നിർത്തി പോട്ടെ. നിങ്ങളോട് ചോദിക്കണത് മറുപടി പറയാനാണ്. ഞാൻ സംസാരിക്കുന്നത് സദസ്യർക്ക് മനസ്സിലായോ എന്ന് എനിക്ക് അറിയണം. അപ്പോൾ അതിന് മറുപടി പറയണം. നാവ് ചുരുട്ടി വെച്ചുകൊണ്ടിരുന്നാൽ പറ്റില്ല. തദേവ ബ്രഹ്മത്വം വിദ്ധി. നിങ്ങളുടെ മനസ്സിനെയും വാക്കിനെയും ചെവിയെയും എല്ലാറ്റിനെയും ഉജ്ജീവിപ്പിച്ച് അതാത് പ്രവൃത്തികൾ ചെയ്യിക്കുന്ന ഉൾസാന്നിധ്യമാണ് സത്യം, അല്ലാതെ നിങ്ങളിവിടെ ഉപാസിക്കുന്നതല്ല. കേട്ടോ? ഇടിവെട്ട് കൊണ്ട പോലെ ആവണം. നേദം യതിദം ഉപാസതേ. ഇവിടെ എന്തിനാ ഉപാസിക്കുന്നത്? കല്ലിനെ, അല്ലെങ്കിൽ മരത്തിനെ, അല്ലെങ്കിൽ മൺകട്ടയെ. ആ ഉപാസിക്കുന്നത് അതിൽ ചൈതന്യം തന്ത്രിമാർ നിവേശിപ്പിച്ചു കൊടുക്കുന്നതാണ്. അത് കുറച്ചു കാലം കഴിഞ്ഞാൽ ഇല്ലാതെയാവും. അപ്പോൾ 12 കൊല്ലം പോകുമ്പോൾ ഒരു നവീകരണം വേണം. അത് കഴിഞ്ഞാൽ ഈ തന്ത്രിമാർക്ക് ക്ഷീണ, അവരുടെ കയ്യിലുള്ളതൊക്കെ പോയി. അപ്പോൾ അവർക്ക് ചുരുങ്ങിയത് 41 ദിവസം അല്ലെങ്കിൽ 21 ദിവസം ഗായത്രി ജപിച്ച് തൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട ചൈതന്യം രണ്ടാമത് അവരോധിക്കണം. അവർ കേൾക്കുന്നുണ്ടോ നിങ്ങൾ? അപ്പോൾ കല്ലിന് ആരാ ചൈതന്യം കൊടുത്തത്? മനുഷ്യൻ്റെ മനസ്സ്. അപ്പം മനസ്സോ മേലെ അതോ കല്ലോ മേലെ? എന്താണോ മിണ്ടാതെ? പറയണപ്പാ. ആ മനസ്സിനെ കയ്യിൽ വെച്ചുകൊണ്ട് നിങ്ങൾ എവിടേക്കായി ഓടുന്നത്? നേദം യതിദം ഉപാസതേ യക്ഷുഷാന പശ്യതി യേന ചക്ഷൂംഷി പശ്യതി തദേവ ബ്രഹ്മത്വം വിദ്ധി നേദം യതിദം ഉപാസതേ. ഇതാണ് ഉപനിഷത്തത്വം. ഇത് ശ്രീമദ് ഭാഗവതം വെളിപ്പെടുത്തുന്നുണ്ടോ? ഉവ്വ്. ധ്രുവൻ അമ്മ പറഞ്ഞിട്ട് മധുവനത്തിൽ ചെന്ന് തപസ് ചെയ്തു.
ഏകാഗ്രമായി തപസ് ചെയ്തു. ഒരു നേരം ഭക്ഷണം അതും വേണ്ടാന്ന് വെച്ചു. അവസാനം കാറ്റ് മാത്രം വെള്ളവും കൂടി കുടിക്കില്ല എന്ന് പറഞ്ഞ് തപസ് ചെയ്തപ്പോൾ ലോകം മുഴുവനും വിറച്ചു തുടങ്ങി. എല്ലാവരും കൂടി മഹാവിഷ്ണുവിൻ്റെ അടുത്ത് ചെന്നപ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് കുട്ടി എന്നെക്കുറിച്ച് തപസ് ചെയ്യുന്നുണ്ട്, ഞാൻ ചെന്നോളാമെന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ കണ്ണടച്ച് ഇങ്ങനെ ധ്യാനിക്കുക. അപ്പോൾ ഉള്ളിൽ മഹാവിഷ്ണുവിൻ്റെ രൂപം കണ്ടുകൊണ്ടിരിക്കുക. പെട്ടെന്ന് ആ രൂപം കാണാതെയായി. അപ്പോൾ ഇടിവെട്ട് കൊണ്ട പോലെ കണ്ണാ തുറന്നു ധ്രുവൻ മഹാവിഷ്ണു മുമ്പിൽ നിൽക്കണു. ഓർക്കാത്ത സംഭവമാണ്. എന്നിട്ട് ഈ പാവം കുട്ടിക്ക് എന്തെങ്കിലും സ്തുതിക്കാൻ തോന്നുമോ? ആ 5 വയസ്സായ കുട്ടി സ്തുതിച്ചതാണ്. യോന്ത പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖില ശക്തിധരസ്വധാംന അന്യാംശ ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഈ ഉപനിഷത്തിൽ പറഞ്ഞതല്ലേ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ആരാണോ ഉള്ളിൽ പ്രവേശിച്ച് ഉറങ്ങിക്കിടക്കുന്ന എൻ്റെ വാക്കിനെ ഉജ്ജീവിപ്പിച്ച് പ്രകടമാക്കിയത്, അഖിലശക്തിധരനായിരിക്കുന്ന ആ പരമപുരുഷൻ എൻ്റെ കയ്യും കാലും എല്ലാം പ്രവർത്തിപ്പിച്ചു പോരുന്ന ആ ഉൾ ചൈതന്യം, ഉൾ സാന്നിധ്യം, ആ പരമപുരുഷനെ ഞാൻ നമസ്കരിക്കണോ എന്നാണ് പറയുന്നത്. ഉപനിഷത്തിൽ പറഞ്ഞ ആ സത്യമല്ലേ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? എന്താ മിണ്ടാതെ? ഞാനിത് കൂടുതൽ പറയണില്ല. എത്ര ഗൗരവമുള്ള പ്രസ്താവനയാണ് ഈ കേനോപനിഷത്ത് പറയണത്. നേദം യതിദം ഉപാസതയെന്ന. നിങ്ങളിവിടെ ചിത്രമായും പത്മമായും മൂർത്തിയായും പടമായും സാളിഗ്രാമം ശിവലിംഗങ്ങളൊക്കെ ആയിട്ട് പൂജിക്കുന്നുണ്ടല്ലോ, അതല്ല നിങ്ങളുടെ മനസ്സിനെ ഉജ്ജീവിപ്പിക്കുന്നതും ഇന്ദ്രിയങ്ങളെ ഉജ്ജീവിപ്പിക്കുന്നതും കണ്ണുകൊണ്ടോ കാതുകൊണ്ടോ ഗ്രഹിക്കാൻ പറ്റാത്തതും മനസ്സുകൊണ്ട് പോലും ഭാവന ചെയ്തെടുക്കാൻ പറ്റാത്തതുമായ ആ ഉൾച്ചേതനയാണ് സത്യം. ഇഹ ചേതവേദീ തഥ സത്യമസ്തി നചേദിഹാവേദീൻ മഹതീ വിനഷ്ടി ഭൂതേഷു ഭൂതേഷു വിചിത്യ ധീരാഃ പ്രേത്യ അസ്മാൻ ലോകാത് അമൃതാ ഭവന്തി. ഞാൻ കൽക്കട്ടയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഉപനിഷത്തൊക്കെ വായിച്ചതേ. ഇന്ന് ചെറുപ്പമാണ്. ഈ ഒരു വരി അങ്ങോട്ട് വായിച്ചപ്പോൾ അപ്പോൾ ഇതാണോ സത്യം? ഇഹചേതവേദീ തഥ സത്യമസ്തി. ഇവിടെ ഇതാ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈ ലോകത്തിൽ തന്നെ നിങ്ങൾ ഈ സത്യം മനസ്സിലാക്കിയാൽ ജീവിതം സഫലമായി, സത്യസന്ധമായി. നചേദിഹാവേദീൻ മഹദീവിനഷ്ടി. ഇതിനെ മനസ്സിലാക്കാതെ അശ്രദ്ധയോടുകൂടി കഴിഞ്ഞാലോ വലിയ നഷ്ടം. അപ്പോ ഈ സത്യത്തെ മനസ്സിലാക്കിയാലേ നമുക്ക് ജീവിതം സഫലമാവുള്ളൂ. ബാക്കി എന്ത് ചെയ്താലും, സന്ധ്യാവന്ദനം ചെയ്താലും ജപിച്ചാലും ഓടിയാലും ചാടിയാലും വന്നാലും നമസ്കരിച്ചാലും എന്താ അത് കഥ? ഒരു വലിയ വിജ്ഞാപനമായി എൻ്റെ മനസ്സിൽ തോന്നി. പ്രേത്യാസ്മാൻ ലോകാത് അമൃതാ ഭവന്തി. അപ്പം ആ ഇഹചേതവേദി തഥ സത്യമസ്തി, ആ 2 വരി അന്ന് മുതൽക്ക് എൻ്റെ മനസ്സിലുള്ളതാണ്. മനുഷ്യജീവിതം സഫലമാകണമെങ്കിൽ ഈ ഉൾ സത്യത്തെ ഉണരണം, ആലിംഗനം ചെയ്യണം, എല്ലാ സമയത്തും ഉണർന്നുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ വലിയ നഷ്ടമാണ് മനുഷ്യജന്മം. ഇനി കഠോപനിഷത്താണ് ഒരു ഉപനിഷത്ത്. അതെന്താ അവിടെ പറയണത്? വാചശ്രവസ്സ എന്ന് പറഞ്ഞ ഒരു കേമനുണ്ടായിരുന്നു. അദ്ദേഹം ഒരു വലിയ യാഗം നടത്താൻ തീരുമാനിച്ചു. അതിന് വലിയ സന്നാഹങ്ങളൊക്കെ ആയിട്ട് നടന്നു. നചികേതസ് എന്ന് പറഞ്ഞൊരു മകനുണ്ട്, ചെറുപ്പം കുട്ടിയാണ്. അപ്പോൾ അച്ഛൻ്റെ കൂടെ പോയി ചെയ്യണതൊക്കെ നോക്കി ഒന്നും ചെയ്യണില്ല. അച്ഛൻ ചെയ്യണതൊക്കെ നോക്കുക, ശ്രദ്ധയോടുകൂടി. അങ്ങനെ ചടങ്ങുകൾ, യാഗം തുടങ്ങി ഓരോന്ന് ആരംഭിച്ചു. ഏറ്റവും വിശേഷപ്പെട്ട രംഗമാണ് ദാനം ചെയ്യൽ. എന്താ ഈ ദാനം എന്ന് പറഞ്ഞാൽ, തൻ്റെ കയ്യിലുള്ള മുതൽ സ്വീകരിച്ച് കൊണ്ടുപോയി അനുഭവിക്കൂ, അതിലെനിക്ക് സന്തോഷം എന്ന് പറഞ്ഞു കൊടുക്കണം. ആ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കരുതത്.
അവർ കൊണ്ടുപോവുകയും ചെയ്യും, നോക്കാനും കിട്ടില്ല. ആ സന്ദർഭം വന്നപ്പോൾ നചികേതസ് നോക്കിയത് കണ്ടതെന്താ? തൊഴുത്തിൽ ഉപയോഗശൂന്യമായിരിക്കുന്ന പശുക്കളെയൊക്കെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുക. ഒറ്റക്കൊമ്പി 3 മുലച്ചി. ഇനി ചെനപ്പിടിക്കില്ല എന്നുള്ള പശുക്കൾ. അപ്പോൾ തൊഴുത്തിന് കേപ്പഴയായിട്ടുള്ളതൊക്കെ കൊണ്ടുവന്ന് വലിയ പവിത്രമായിരിക്കുന്ന മന്ത്രങ്ങൾ ചൊല്ലി ദാനം ചെയ്യാൻ പോവാ. യോ, ഇതിലേറെ വേണോ? നചികേതസിൻ്റെ മനസ്സ് വല്ലാതെ വിഷമിച്ചു. അപ്പോൾ അച്ഛനോട് ചെന്ന് പറയാനും പറ്റില്ല. എന്ത്? അയ്യോ അച്ഛൻ ചെയ്യണത് ശരിയല്ല. അന്നത്തെ കാലത്തെ കുട്ടികളൊക്കെ അങ്ങനെ സംസാരിക്കുമല്ലോ. അച്ഛനോട് പറഞ്ഞു. അച്ഛൻ ബുദ്ധിയോട് കൂടി ആലോചിച്ചോട്ടെ, എന്നെ ആർക്കാ കൊടുക്കാൻ പോണേന്ന്? എന്ത്? എന്നെ ആർക്കാ കൊടുക്കാൻ പോണമെന്നോ? എന്താ അവനിങ്ങനെ തോന്നി മാസം പറയണ? നിന്നെ ഞാൻ യമനാ കൊടുക്കാൻ പോണേന്ന് പറഞ്ഞു. അപ്പോൾ ആ കുട്ടി അങ്ങനെ പോയി. ഇടവും വലവും നോക്കിയില്ല, യാത്രയും പറഞ്ഞില്ല, ഒരൊറ്റ പോക്ക്. അവിടെ ചെന്നപ്പോൾ യമധർമ്മ രാജധാനിയിൽ യമധർമ്മനില്ല, ധർമ്മരാജാവില്ല. അവിടെ വലിയൊരു കൂട്ടക്കൊല നടത്താനുണ്ട്, അതിനുവേണ്ടി പോയിരിക്കുക. നേരിട്ട് നമ്മുടെ കമ്മീഷണർ, ഡയറക്ടർ ജനറൽ പോലീസൊക്കെ പോവില്ലേ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക്, അങ്ങനെ പോയതാണ്. വരാൻ 3 ദിവസം പിടിച്ചു. ആ 3 ദിവസം ഭൂമിയിലൊരു ബ്രഹ്മചാരി വന്ന് തൻ്റെ രാജധാനിയിൽ പട്ടിണി കിടക്കുക. വന്ന് നോക്കിയപ്പോൾ എൻ്റെ സർവ്വ ഐശ്വര്യവും സ്ഥാനവും മാനവും പോവുമല്ലോ. ഞാനിപ്പോൾ എന്താ ചെയ്യുക? ആ കുട്ടിയെ തൃപ്തിപ്പെടുത്താൻ ഒരു വഴിയേ ഉള്ളൂ. ഞാൻ 3 വരം തരാം 3 ദിവസം പട്ടിണി കിടന്നതിന്. ആദ്യം വെള്ളം കൊണ്ടുവന്ന് കാലൊക്കെ കഴുകി കുടിക്കാനൊക്കെ കൊടുത്തതിന് ശേഷം. അതിന് ആദ്യത്തെ വരം എന്താണെന്ന് ചോദിച്ചപ്പോൾ, അതേ, യമപുരിയിലേക്ക് പോകുന്നവരാരും തിരിച്ചു പോകാറില്ല. അപ്പം ഞാൻ തിരിച്ചു പോകും. ഞാൻ തിരിച്ചു പോയാൽ എൻ്റെ അച്ഛൻ എന്നെ കണ്ട് വേണ്ടതുപോലെ മനസ്സിലാക്കണം. എൻ്റെ മകനാണ് പോയവൻ, ആ ആളാണ് വന്നിരിക്കണേന്ന് പറഞ്ഞ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധമൊക്കെ വളരെ സ്നേഹമസൃണമാവണം. അതാണ് ആദ്യത്തെ വരം എന്ന് പറഞ്ഞു. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? എന്താ നിന്ന് മനസ്സിലാവണത്? നിങ്ങളാണെങ്കിൽ എന്ത് വരാ ചോദിക്കുക? എനിക്കൊരു ജില്ല മുഴുവൻ കെട്ടിടം വേണമെന്ന് പറയും. അപ്പോൾ വളരെ സന്തോഷമായി. 2ാമത്തെ വരം, യമധർമ്മ രാജാവേ, അങ്ങക്ക് എങ്ങനെയാണ് ഈ സ്ഥാനം കിട്ടിയത്? അപ്പോൾ ആ സ്ഥാനം കിട്ടിയതിന് ഒരു പ്രത്യേക കർമ്മമുണ്ടെന്ന് പറഞ്ഞ് അതൊക്കെ പഠിപ്പിച്ചു. എന്നിട്ട് അത് കേട്ടുവോ ഗ്രഹിച്ചുവോ പോവുക, എന്നാൽ ആവർത്തിച്ച് പറയൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിന് നാചികേതയാഗം എന്ന് പേരിട്ടേക്കാന്ന് പറഞ്ഞ് പേരിട്ടു. ഇനി 3ാമത്തെ വരം എന്താ ചോദിക്കാൻ പറഞ്ഞു. അവിടുന്നാണ് ഉപനിഷത്ത് ശരിക്കും തുടങ്ങുന്നത്. യേയം പ്രേതേ വിചികിത്സ മനുഷ്യേ അസ്ഥീത്യേ നായമസ്തീതി ചൈകേ ഏതദ്വിദ്യാം അനുശിഷ്ടസ്ത്വയാഹം വരാണാമേഷവരസ്തൃതീയ. യമധർമ്മരാജാവേ, എൻ്റെ മനസ്സിലൊരു പ്രശ്നമുണ്ട്. എൻ്റെ മനസ്സിലുള്ള പ്രശ്നമല്ല, മനുഷ്യരാശിക്ക് ഒട്ടാകെയുള്ള പ്രശ്നമാണ്. എന്താണത്? എല്ലാവരും ഭൂമിയിൽ ചാവുന്നുണ്ട്, മരിക്കുന്നുണ്ട്. അപ്പം മരിക്കുമ്പോൾ നിലനിൽക്കുന്ന ശരീരം ഇല്ലാതെയാവണം. പിന്നെ കുലുക്കി മറിച്ച് ചോദിച്ചാലും ഒന്നും മിണ്ടില്ല. അപ്പം പിന്നെ ആരോടാ ചോദിക്കണേ? ചോദിക്കാൻ ആളില്ല, അവിടെ ആൾ പോയി. അപ്പോൾ ചിലർ പറയണു ശരീരേ പോയിട്ടുള്ളൂ, ആത്മാവ് നിൽക്കുന്നുണ്ടെന്ന്. പിന്നെ ചിലർ പറയണു ഒരു ചുക്കും ചുണ്ണാമ്പും ഇല്ല, ഒക്കെ പോയിന്ന്. അപ്പോൾ ഈ വിഷയത്തിൽ മനുഷ്യരുടെ ഇടയിൽ വലിയ ഒരു സംശയമുണ്ടെന്നാണ് പറയുന്നത്. ഏയം പ്രേതേ വിചികിത്സ മനുഷ്യേ അസ്ഥീത്യകേനായമസ്തീതി ചെയ്കേ. എങ്ങനെ ഉണ്ടായിരുന്നോ അങ്ങനെ തന്നെ ഉണ്ട്. ഒരു ബൾബ് ഫ്യൂസായ ഇലക്ട്രിസിറ്റി ഇല്ലാതെയാവോ? വേറൊരു ബൾബ് എടുത്തിടൂ, കത്തി തുറന്നു. അപ്പോൾ ബൾബ് കത്തിക്കുന്നതിന് ഇലക്ട്രിസിറ്റി ആവശ്യമാണ്. പക്ഷേ ഇലക്ട്രിസിറ്റി അല്ല ബൾബ്. അത് നല്ലപോലെ മനസ്സിലാക്കണം. അതുപോലെ ശരീരം വീണു, അവിടെ ശ്വാസമില്ല എന്നുള്ളത് ശരി. പക്ഷേ എന്താണോ ശരീരത്തിനെ നിലനിർത്തിക്കൊണ്ടിരുന്നത്, ആ ഉൾസാന്നിധ്യം അവിടെ അതേപോലെ സർവവ്യാപിയായി നിൽക്കണു. ഇതാണ് വാസ്തവം. ഈ വാസ്തവം അറിയാതെ എന്ത് പറയണു? പോയി എന്ന് പറയണു, ചിലർ പോയിട്ടില്ല എന്ന് പറയുന്നു. ഇങ്ങനെ 2 അഭിപ്രായമാണ്. ഇത് വളരെ കാലമായിട്ട് അവിടെ ഉള്ളതാണ്. അങ്ങ് യമധർമ്മരാജാവാണല്ലോ.
അപ്പോൾ താഴത്തുള്ളവരൊക്കെ ചെത്തുപോയാൽ അവരുടെ ജീവനെ കൊണ്ടുവന്ന് ഇവിടെ കലവറയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് തുറന്ന് കാണിച്ചു തരും. അല്ലാന്നുണ്ടെങ്കിൽ അതിനപ്പുറമുള്ള സത്യം പറഞ്ഞ് മനസ്സിലാക്കി തരും. ഞാൻ തിരിച്ചു പോയി ജനങ്ങളോട് എല്ലാവരോടും പറഞ്ഞ് ആ സംശയം തീർന്ന് എല്ലാവർക്കും ഒരാശയ തെളിച്ചവും ഒരു പുതിയ സാക്ഷാത്കാരവും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് ചോദിച്ചു. അപ്പോൾ യമധർമ്മരാജാവ് ആകെ പേടിച്ചു. എൻ്റെ പൊന്നു കുട്ടാ, അയ്യോ ചോദിക്കരുതേ, ചോദിക്കരുതേ, ഈ ചോദ്യം ചോദിച്ചാൽ ഞാൻ തകർന്നു. ഞാൻ ഭവാൻ എന്തു വേണമെങ്കിലും തരാം. ഏ കാമാ ദുർലഭാമർത്യലോകേ സർവാൻ കാമാംശ്ചന്ദത പ്രാർത്ഥയസ്വ അമീരാമാഃ സരദാ സദൂര്യാഃ നഹീദൃശ ലംഘനീയാ മനുഷ്യൈഃ ആഭിർമത്പ്രത്താഭിः പരിചാരയസ്വ നചികേതോ മരണം മാനുപ്രാക്ഷീ. അയ്യോ, ഇതേവരെ ആരും ചോദിച്ചിട്ടില്ലപ്പാ. ചോദിക്കാത്തത് കൊണ്ടാണ് ഞാൻ കഴിഞ്ഞുകൂടുന്നത്. ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞു കൊടുക്കേണ്ടി വരും. സത്യം പറഞ്ഞു കൊടുത്താൽ യമനുമില്ല, ധർമ്മരാജാവും ഇല്ല. അപ്പോൾ ഇത് ആത്മനാശകമാണല്ലോ. ഞാൻ ഭവാൻ എന്തു വേണമെങ്കിലും തരാം. മനുഷ്യലോകത്തിൽ ദുർലഭമായിരിക്കുന്ന ആഗ്രഹങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ തരാം. എല്ലാം ആവശ്യപ്പെട്ടോളൂ. ഇവിടെ ആടാനും പാടാനും സുന്ദരികളായിട്ടുള്ളവരുണ്ട്. വീണയും ഫിഡിലുമൊക്കെ ഉണ്ട് ഇവിടെ. അതെല്ലാം കൊണ്ടുവന്ന് അങ്ങയെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കും. എത്ര കാലം വേണമെങ്കിൽ ജീവിക്കൂ. കണ്ണുകൊണ്ട് നോക്കി എത്ര രാജ്യമുണ്ടോ അത് മുഴുവനും ഞാൻ തരാം. പക്ഷേ മരണം മാനുപ്രാക്ഷി. നചികേതസ് പറയാ, എനിക്ക് ഒറ്റ സാധനം വേണ്ട. അങ്ങയുടെ കൈവശത്തിൽ തന്നെ സുരക്ഷിതരായിട്ടിരുന്നോട്ടെ, എനിക്കൊന്നും വേണ്ട. എൻ്റെ ചോദ്യത്തിന് മറുപടിയേ വേണ്ടൂ എന്ന് പറഞ്ഞു. അപ്പോൾ യമധർമ്മരാജാവിന് സന്തോഷമായി. ഇങ്ങനെയുള്ള പൃച്ഛകന്മാർ ഞങ്ങൾക്ക് ഇനിയും ഉണ്ടാവട്ടെ എന്നിങ്ങനെ അനുഗ്രഹിച്ചു. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല നല്ലോണം കേൾക്കുന്നുണ്ട്. ആ രംഗമൊന്ന് ആലോചിച്ച് നോക്കുമ്പോൾ എത്ര രമണീയമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു കുട്ടിയെ വെച്ചുകൊണ്ട് അവസാനം എന്താ പറഞ്ഞത്? എല്ലാം പോയി ഒന്നുമില്ല എന്നൊന്ന്, ശരിയായിട്ടുള്ളത് പോയിട്ടില്ല എന്ന് വേറൊരു അഭിപ്രായം. അങ്ങനെ ഉണ്ട് എന്നുള്ളതാണ് ശരിയായ ചിന്ത. അപ്പോഴേ അതിനെപ്പറ്റി അന്വേഷണമുള്ളൂ. എല്ലാം പോയി എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ അന്വേഷിക്കാൻ എന്താ? അപ്പോൾ ഉണ്ട് എന്ന് ചിന്തിക്കുന്നവനാണ് അവിടുന്ന് അങ്ങോട്ടുള്ള തത്വവിചാരവും തത്വോദയവും ഒക്കെ ഉണ്ടാവുക. അസ്ഥീത്യേവോപലബ്ധവ്യ തത്വഭാവേന ശോഭയോ അസ്ഥീത്യേവോപലബ്ധസ്യ തത്വഭാവ പ്രസീദതി. അതാണ് പറഞ്ഞത്. എന്നിട്ട് കുറച്ച് നീണ്ട ഉപനിഷത്താണ്. അവസാനം പറയണത് എന്താണെന്ന് നല്ലോണം കേട്ടോളൂ. ഏകോ വശീ സർവഭൂതാന്തരാത്മാ ഏകം രൂപം ബഹുധാ യഃ കരോതി തമാത്മസ്ഥം യേനു പശ്യന്തി ധീരാഃ തേഷാം സുഖം ശാശ്വതം നേതരേഷാം. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? കേട്ടോളൂ. എല്ലാം കൂടി ഒരൊറ്റ സത്യമേ ഉള്ളൂ, ഒരു ശക്തി, ഒരു സാന്നിധ്യം. അതാണ് എല്ലാറ്റിനെയും വശപ്പെടുത്തി നിൽക്കുന്നത്. സർവഭൂതാന്തരാത്മാ, അത് എല്ലാ ഭൂതങ്ങളിലും അന്തരാത്മാവായിട്ടുള്ളതാണ്. ഏകം രൂപം ബഹുധായ കരോതി, ഒരേ ഒരു രൂപം, അത് പലതരത്തിലാക്കാൻ അതിന് സാധിക്കും. നമ്മുടെ ഉള്ളിലുള്ള ഒരേ ഒരു സാന്നിധ്യമാണ് ചിന്തകൾ, ഭാവങ്ങൾ, വികാരങ്ങൾ, കാര്യകാരണ യുക്തികൾ എല്ലാം തന്നെ ഉണ്ടാക്കുന്നത് ഈ ഉള്ളിലുള്ളതാണ്. ഒരൊറ്റ നാവ് എത്ര രുചി അത് സൃഷ്ടിക്കുന്നു. ഒരു ജോഡി കണ്ണുകൾ എത്ര നിറങ്ങളും ആകൃതികളുമാണ് ലോകത്തിൽ. 2 കണ്ണ്, ഒരു കാഴ്ച, അതിന് ഇത്രയധികം വൈവിധ്യം ഉണ്ടാക്കാൻ പറ്റുമെന്ന് അതിശയപ്പെടും. അങ്ങനെ ഏകം രൂപം ബഹുധായ കരോതി തമാത്മസ്ഥം, അതാണ് നമ്മുടെ ഉള്ളിലുള്ളത്. ഏനു പശ്യന്തി ധീരാ, ആരാരാണോ ഇങ്ങനെ ഒരു സത്യം നമ്മുടെ ഉള്ളിലുണ്ട്, ഉള്ളിലാണ് സത്യം, പുറത്തല്ല.
പുറം എന്നുള്ളത് തോന്നലാണ്. ഉള്ളും പുറവും ഒരു ദ്വന്ദ്വമാണ്. പുറന്നൊന്നുമില്ല, മനസ്സിലുള്ള ഭാവനയാണ്. ഉള്ളും അതുപോലെ തന്നെ. അപ്പോൾ എല്ലാറ്റിനും നിദാനമായിരിക്കുന്ന ഒരു സത്യം മനസ്സിലാക്കിയാൽ തേഷാം സുഖം ശാശ്വതം നേതരേഷാം, അവർക്ക് മാത്രമേ ശാശ്വത സുഖമുള്ളൂ, ബാക്കിയുള്ളവർക്കില്ല എന്ന്. നിത്യോ അനിത്യാനാം ചേതനശ്ചേതനാനാം ഏകോ ബഹൂനാം യോ വിദധാതി കാമാൻ തമാത്മസ്ഥം യേനു പശ്യന്തി ധീരാഃ തേഷാം ശാന്തി ശാശ്വതീ നേതരേഷാം. അത് തന്നെ ഒന്നും കൂടി വ്യക്തമാക്കണു. എല്ലാം കൂടി നിത്യം ഒന്നേ ഉള്ളൂ ഇവിടെ, ശാശ്വതം. അതെവിടെയാ? അനിത്യങ്ങളായിട്ട് എന്തൊക്കെയുണ്ടോ അതിൻ്റെ ഉള്ളിലാണ് ഈ നിത്യം, അതിന് അധിഷ്ഠാനമായിട്ട്. ചേതനശ്ചേതനാനാം, ജീവിച്ചിരിക്കുന്നതുണ്ടല്ലോ, അതിൽ ഉൾച്ചേതനയാണത്. ഏകോ ബഹൂനാം യോ വിദധാതി കാമാൻ, ഒന്നാണെങ്കിലും എല്ലാ വിധത്തിലുള്ള ആഗ്രഹങ്ങളെയും സാധിപ്പിച്ചു കൊടുക്കണം. തം ആത്മസ്ഥം, അത് ഉള്ളിലാണ്, തൻ്റെ ഉള്ളിലാണ് എന്ന് മനസ്സിലാക്കി ഏ അനുപശ്യന്തി ധീരാഹ, ബുദ്ധി ഉപയോഗിച്ച് ഈ കാര്യം വേണ്ടതുപോലെ മനസ്സിലാക്കുമ്പോൾ തേഷാം ശാന്തി, അവർക്ക് മാത്രമേ ശാന്തിയുള്ളൂ. ശാശ്വതീ, ശാശ്വത ശാന്തി. നേതരേഷാം, വേറെ ഒരൊറ്റ ആൾക്കുമില്ല. ഇവിടെ എന്താ പ്രധാനം? എന്താ? എല്ലാം കൂടി ഒരു ഉണർവ്, ഒരു സാന്നിധ്യമേ ഉള്ളൂ. ആ സാന്നിധ്യത്തിന് നിങ്ങൾക്ക് തേടാനും പിടിക്കാനുമുള്ള സ്ഥലം അവനവൻ്റെ ദേഹവും ദേഹാന്തർഭാഗവുമാണ്. ഞാനിത് എത്ര തവണ പറയണം? കണ്ണു തുറന്ന് 15 കൊല്ലം സഞ്ചരിച്ചോളൂ, കിട്ടില്ല. കണ്ണടച്ച് 10 ദിവസം ധ്യാനിച്ചോളൂ, ഒരു പക്ഷേ കിട്ടിക്കാണും. കണ്ണടയ്ക്കണം, ഉള്ളിൽ തിരയണം, ഉള്ളിൽ മുങ്ങണം. മുങ്ങണത് ഉള്ളിലാണ്. കുളത്തിൽ പോയി കുളിക്കുമ്പോൾ ശരീരമാണ് മുങ്ങണത്, മനസ്സ് മുങ്ങണില്ല. വെള്ളം ഉള്ളിൽ കിടന്നാൽ പിന്നെ നിങ്ങൾ മടങ്ങി വരുമോ? എന്താ ഉണ്ടാതെ? ശരീരത്തിന് മുക്കാനാണ് കുളം, മനസ്സിനെ മുക്കാൻ എന്താണല്ലേ പറയൂ? ബുദ്ധിയെ മുക്കാൻ. ഉള്ളിലാണ് ഇതിൻ്റെ രഹസ്യം മുഴുവനും. ഈ ഉപനിഷത്ത് ശ്രാദ്ധത്തിന് വായിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ആൾ മരിച്ചോ മരിച്ചില്ലേ എന്നുള്ള സംശയം തീരും. ഞാൻ പറയും, ചാവാത്തവരെ കൊന്നിട്ടാൽ നിങ്ങൾ ശ്രാദ്ധം കൂട്ടണേ. ഓരോ ശ്രാദ്ധത്തിനും അവരെ കൊല്ലുക. അവർക്ക് നമ്മൾ എന്തോ പിണ്ടം വയ്ക്കണം. ആ പിണ്ടം എപ്പോഴാണ് കഴിക്കുക? ശരീരമുള്ളപ്പോൾ. ഇപ്പോൾ വായും ശരീരവും വയറും ഉണ്ടോ? ഇല്ല. പിന്നെ എന്തിനാ പിണ്ടം? അതാണ് കാക്കയ്ക്ക് കൊടുക്കുന്നത്. മനസ്സിലാവണ്ടേ? ഞാനിങ്ങനെ പറയുമ്പോൾ ഈ ചെയ്യുന്നതൊക്കെ തെറ്റേന്നല്ല പറയണത്, ഞാൻ സത്യം വെളിപ്പെടുത്തുകയാണ്. അതൊക്കെ ചെയ്തും കണ്ടിട്ടുമാണ് ഞാൻ വളർന്നിരിക്കുന്നത്. പക്ഷെ ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും ശ്രാദ്ധം കൂട്ടുന്നില്ലല്ലോ. എന്നാ പോയതെന്ന് വരെ എനിക്കറിയില്ല. അപ്പോൾ ഈ പടിപ്പടിയായി കിടന്ന് മേപ്പെട്ട് പോകണം. അപ്പോൾ ശ്രാദ്ധത്തിന് ഈ ഉപനിഷത്ത് വായിക്കുമ്പോൾ ഈ തത്വവിചാരം മനസ്സിൽ വന്ന് കുറേശ്ശെയായിട്ടത് വർദ്ധിച്ച് വികസിച്ച് ഉള്ളിൽ പരിശുദ്ധി വരുത്തി അവസാനം സാക്ഷാത്കാരം വരും. ആനന്ദം ബ്രഹ്മണോ വിദ്വാൻ ന വിഭേദി കുതശ്ചന. ആ ബ്രഹ്മത്തെ സംബന്ധിച്ച ആനന്ദം നല്ലപോലെ മനസ്സിലാക്കിയാൽ അവന് പിന്നെ ഭയമുണ്ടാവില്ല എന്ന്, നിർഭയനായിത്തീരും. ഈ വേദം ശാസ്ത്രമാണ്. ശാസ്ത്രങ്ങളൊക്കെ വെളിപ്പെടുത്തുന്നതാണ്. എന്താ ഈ വെളിപ്പെടുത്തൽ എന്ന് പറഞ്ഞാൽ? എന്ത് കാര്യം ചർച്ച ചെയ്യുന്നുവോ അതിൻ്റെ ഗുണദോഷങ്ങൾ വേണ്ടതുപോലെ വിചിന്തനം ചെയ്ത് ഇന്നത് ദോഷം ഇന്നത് ഗുണം, ഇത് ഉന്നമനത്തിന് കാരണം, മറ്റത് അധപ്പതനത്തിന് എന്നിങ്ങനെ ഉദ്ബോധിപ്പിക്കുന്നതാണ് എല്ലാ ശാസ്ത്രവും. പക്ഷേ ആ ശാസ്ത്രം എല്ലാം തന്നെ അതേപടി ശരിയാണോ എന്ന് ചോദിച്ചാൽ ശരിയല്ല. അത് പറയുന്നത് മുഴുവൻ വിജ്ഞാപകം തന്നെ, പക്ഷേ പ്രയോജനകരമല്ല. എന്തും നമ്മൾ വിവേകത്തോടെ വേണം സമീപിക്കാനും അനുസരിക്കാനും. സംവേദ്യവർജിതമനുത്തമമേകമാദ്യം
സംവിത്പദം വികലനം കലയൻ മഹാത്മൻ ഹൃദ്യേവ തിഷ്ഠ കലനാരഹിതക്രിയാം തു കുർവൻ അകർത്തൃപദമേത്യ ശമോദിതശ്രീ കുർവൻ അകർത്തൃപദമേത്യ ശമോദിതശ്രീ. ഹരി 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 ഓം തത്സത്. ജയ ഗുരു ജയ ഗുരു. നമുക്കൊരു സമാപന ഓങ്കാരം ജപിക്കാം. എല്ലാവരും മുൻപോലെ ആ മുദ്ര എടുത്തോളൂ, കൈകോർത്ത് മടിയിൽ വയ്ക്കൂ, കഷ്ടപ്പെടാതെ നിവർന്നിരിക്കൂ, കണ്ണടയ്ക്കൂ, എന്നിട്ട് വായും മനസ്സും തുറന്ന് ജപിക്കുക. ഹരി ഓം തത്സത്. ജയ ഗുരു ജയ ഗുരു ജയ ഗുരു.